മക്കളെ, അപ്പം നമുക്കിനി സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ? അങ്ങനെ നമുക്ക് നമ്മുടെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ പോർഷൻസും നമ്മൾ ഇതിലൂടെ കവർ ചെയ്യുന്നുണ്ടാകും. സോ നമുക്കിത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ല്യൂക്കോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ശ്വേതകണം ആഹാര നിർമ്മാണമാണ്. അങ്ങനെയാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവരെന്താണ് ചെയ്യുക? നമ്മുടെ ഫുഡ് ഫോർമേഷൻ ആണ് അല്ലേ, ഭക്ഷണ നിർമ്മാണമാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഹാര നിർമ്മാണം എന്ന് നമുക്ക് പറയാം. ഇവരെന്താ ചെയ്യുക? ആഹാര നിർമ്മാണം. അടുത്ത നോക്കിക്കേ, ആനിമൽ സെൽ തിയോഡർ ഷ്വാൻ ആണ് അല്ലെ, ജന്തുകോശത്തിനെ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ജന്തുകോശം ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് കൊണ്ടാണ്, കോശങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞത് ഷ്വാൻ ആണെങ്കിൽ പ്ലാന്റ് സെൽസിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? നമ്മുടെ മാത്തിയാസ് ഷ്ലൈഡൻ. മാത്തിയാസ് ഷ്ലൈഡൻ ആണ്. മലയാളത്തിൽ നമ്മൾ ഷ്ലീഡൻ എന്നാണ് പറയുന്നത്, ഷ്ലീഡൻ, മാത്തിയാസ് ഷ്ലീഡൻ. ഓക്കെ, ഇനി നമ്മളത് അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന കോശാംഗത്തിന്റെ ചിത്രം തിരിച്ചറിഞ്ഞ് പേരെഴുതുക. ഇത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ആ കോശാംഗത്തിന്റെ പേരെഴുതാം. അപ്പൊ ഇതേപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ സെൽ ഓർഗനൽസ് അല്ലെ കോശാംഗങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ അവരെല്ലാവരുടെയും പിക്ചേഴ്സ് നോട്ട് ചെയ്ത് വെക്കുക, അവരുടെ ഒരു ഫംഗ്ഷൻ എങ്കിലും പഠിച്ചു വെക്കാം. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഏതാണ്? നമ്മുടെ ഗോൾഗി കോംപ്ലക്സ് ആണ്. ഗോൾഗി കോംപ്ലക്സ് അല്ലെ ഗോൾഗി വസ്തുക്കൾ എന്ന് പറയും. ഇനി അടുത്തത്, ഐഡന്റിഫൈ ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. റൈറ്റ്, നെയിം ദ സെൽ ഓർഗനൽ ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ ഇവിടെ നമുക്ക് 2 കോമ്പണൻസ് ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അല്ലേ. അങ്ങനെ 2 കോമ്പണൻസ് ആയിട്ട് കാണുന്ന ഇയാളാണ് നമ്മുടെ സ്വന്തം റൈബോസോം. റൈബോസോം. ഇനി റൈബോസോമിന്റെ ഒരു ഫംഗ്ഷൻ എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫംഗ്ഷൻ? പ്രോട്ടീൻ നിർമ്മാണം, പ്രോട്ടീൻ ഫോർമേഷൻ ആണ്. പ്രോട്ടീൻ ഫോർമേഷൻ അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രോട്ടീൻ സിന്തസിസ് ആണ് കുറച്ചുകൂടി കറക്റ്റ്. പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മാണം. പ്രോട്ടീൻ നിർമ്മാണമാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മുടെ റൈബോസോമിന്റെ ഫംഗ്ഷൻ. റെഡി അല്ലേ? പ്രോട്ടീൻ നിർമ്മാണം. അടുത്ത ചോദ്യം, കോൺസെപ്റ്റ് മാപ്പ് ഓഫ് പ്ലാസ്റ്റിഡ് ഇസ് ഗിവൺ, കംപ്ലീറ്റ് ഇറ്റ് സ്യൂട്ടബ്ലി. അപ്പോൾ പ്ലാസ്റ്റിഡ്സ് അല്ലെങ്കിൽ ജൈവകണങ്ങൾ നമുക്ക് എന്താണ്? 3 എണ്ണമാണുള്ളത്. ഇവിടെ ആകെ തന്നിരിക്കുന്നത് നമ്മുടെ ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് മാത്രമാണ്. ബാക്കി 2 എണ്ണം ഏതൊക്കെയാ? നമുക്കൊന്ന് ഇതുണ്ട്, നമ്മുടെ ചെടികൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും എല്ലാം കളർ കൊടുക്കുന്ന നമ്മുടെ ക്രോമോപ്ലാസ്റ്റ് അല്ലെങ്കിൽ വർണ്ണകണമുണ്ട്. ക്രോമോപ്ലാസ്റ്റ്, യെസ്, ക്രോമോപ്ലാസ്റ്റ് അല്ലെങ്കിൽ വർണ്ണകണം. അടുത്തത് ഏതാണ്? ഒരു കളർ ഇല്ല പക്ഷെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ല്യൂക്കോപ്ലാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ശ്വേതകണം. ശ്വേതകണം. ഇത് 2 എഴുതി കഴിഞ്ഞാലാണ് എൻ്റെ മക്കൾക്ക് എന്ത് കിട്ടുക? 1 മാർക്ക് കിട്ടുക കേട്ടോ. സോ അടുത്തത്, കംപ്ലീറ്റ് ഇല്ലസ്ട്രേഷൻ. അതായത് ഇവിടെ ജന്തുകോശവും സസ്യകോശവും തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് തന്നെ അറിയാം ചില സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ നമ്മുടെ കോശാംഗങ്ങൾ ആനിമൽ സെല്ലിന് മാത്രമാണ്, ചിലത് പ്ലാന്റ് സെല്ലിന് മാത്രമാണ്. അപ്പോൾ അത് ഏതൊക്കെയോ? ഒന്ന് ഇവിടെ സെൻട്രോസോം തന്നിട്ടുണ്ട്. മറ്റേത് ഏതാണ്? നമ്മുടെ ഇവരിൽ മാത്രം കാണുന്നതാണ് ലൈസോസോം. പ്ലാന്റ് സെല്ലിൽ നോക്കുകയാണെങ്കിൽ സെൽ വോൾ ആർക്ക് മാത്രമേ ഉള്ളൂ? നമ്മുടെ പ്ലാന്റ് സെല്ലിന് മാത്രമേ ഉള്ളൂ, ആനിമൽ സെല്ലിന് ഇല്ല. ഇനി ഇവർക്ക് കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാ? മൈറ്റോകോൺട്രിയ അല്ലെ, മൈറ്റോകോൺട്രിയ ഇവർക്ക് 2 പേർക്കും ഉണ്ട്. അതേപോലെ റൈബോസോം ഇവർക്ക് 2 പേർക്കും ഉണ്ട്. പിന്നെ നമ്മുടെ ഗോൾഗി കോംപ്ലക്സ് 2 പേർക്കും ഉണ്ട്. പിന്നെ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലിക, ഇത് 2 പേർക്കും ഉണ്ട്. ഇങ്ങനെ എഴുതിക്കൂടെ? ഇതിന്റെ എല്ലാം സെയിം തന്നെയാണ് പേര്. ആകെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന് അന്തർദ്രവ്യ ജാലിക എന്നാണ് പറയാം. ഓക്കെ, ഇവിടെ നമ്മുടെ ലൈസോസോം, ഇവിടെ നമ്മുടെ കോശഭിത്തി, ഇവിടെ നമുക്ക് മൈറ്റോകോൺട്രിയ, പിന്നെ നമ്മുടെ ഗോൾഗി കോംപ്ലക്സ്, അന്തർദ്രവ്യ ജാലിക, പിന്നെ റൈബോസോം പറഞ്ഞാൽ സെറ്റായി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യം, ഇത് വീണ്ടും ഒരു ചാർട്ടാണ്. ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ന്യൂ സെൽസ് അറൈസ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഓൾറെഡി ഉള്ള ഒരു കോശത്തിൽ നിന്ന് മാത്രമേ പുതിയൊരു കോശം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ റുഡോൾഫ് വെർഷോ ആണ് അല്ലെ. റുഡോൾഫ് വെർഷോ ആണ് ഇത് പറഞ്ഞത്. ഓക്കെ, അടുത്തത് ആരാണ്? നമ്മുടെ റോബർട്ട് ഹുക്ക് ആണ് എന്ത് ചെയ്തത്? ഐഡന്റിഫൈഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഒബ്സർവ്ഡ് സെൽ ഫസ്റ്റ്. ആദ്യമായിട്ട് കോശത്തിനെ കണ്ടത് ആരാണ്? നമ്മുടെ റോബർട്ട് ഹൂക്ക് ആണ്. ഓക്കെ, പിന്നെ പ്ലാന്റ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് അല്ലെങ്കിൽ സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ മാത്തിയാസ് ഷ്ലൈഡൻ ആണ്. മാത്തിയാസ് ഷ്ലൈഡൻ. ഇനി അടുത്തത്, തിയോഡർ ഷ്വാൻ എന്താ പറഞ്ഞത്? ആനിമൽ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് അല്ലെങ്കിൽ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. ആനിമൽ ബോഡി ഈസ് മെയ്ഡ് ഓഫ് സെൽസ്.
അല്ലെ? ഇത്രയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. ഇത് പറഞ്ഞത് മാത്യാസ് ഷ്ലീഡൻ ആണ്. റോബർട്ട് ഹുക്ക് ആണ്. റോബർട്ട് ഹുക്ക് എന്താ ചെയ്തത്? റോബർട്ട് ഹുക്ക് ആണ് ആദ്യമായിട്ട് കോശത്തിനെ കണ്ടത്. പക്ഷെ അതൊരു ഡെഡ് സെല്ലായിരുന്നു, ഒരു ചത്ത കോശമായിരുന്നു. ലിവിങ് സെല്ലിനെ കണ്ടത് ലെവൻഹോക്ക് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത ചോദ്യം, റൈറ്റ് വൺ ഫംഗ്ഷൻ ഓഫ് ഈച്ച് ഫ്രം എനി ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽ. ഓരോന്നിൻ്റെയും ഒരു ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, റൈറ്റ്. ചുവടെ നൽകിയിരിക്കുന്ന കോശങ്ങൾ ഏതെങ്കിലും 3 എണ്ണത്തിന്റെ ഓരോ ധർമ്മം. ഓക്കെ, 3 എണ്ണം എടുക്കാൻ 4 ആൾക്കാരെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും 3 ആൾക്കാരെ എടുത്തിട്ട് അവരുടെ ഓരോരുത്തരുടെയും ഒരു ധർമ്മം വീതം എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ആണെന്നുണ്ടെങ്കിൽ സെല്ലിന്റെ ഉള്ളിലുള്ള കണ്ടക്ടിങ് പാത്വേ ആണ്, സഞ്ചാര പാതയാണ് അല്ലേ? അപ്പോൾ കോശത്തിന് വേണ്ട സാധനങ്ങൾ നിർമ്മിക്കാനും വേണ്ടാത്തത് റിമൂവ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. പിന്നെ മൈറ്റോകോൺട്രിയ നമുക്കറിയാം, പവർ ഹൗസ്, ഊർജ്ജോൽപാദന കേന്ദ്രം. റൈബോസോം പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രം. വാക്യൂൾ ആണെങ്കിൽ വെള്ളം, പിന്നെ വേസ്റ്റ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാണ് ചെയ്യാം. സോ നമുക്ക് എന്ത് എഴുതാം? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യജാലിക ഹെൽപ്സ് ഇൻ സിന്തസിസ് ആൻഡ് റിമൂവൽ ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ് ബൈ ദ സെൽ. സെല്ലിന് ആവശ്യമുള്ള സാധനങ്ങൾ നിർമ്മിക്കുക, ആവശ്യമില്ലാത്ത വസ്തുക്കൾ എന്ത് ചെയ്യുക? നീക്കം ചെയ്യുക. ഇനി മൈറ്റോകോൺട്രിയ ആണെങ്കിലോ എനർജി പ്രൊഡക്ഷൻ സെന്റർ ആണ്, ഊർജ്ജോൽപാദന കേന്ദ്രമാണ്. റൈബോസോം ആണെന്നുണ്ടെങ്കിൽ എന്താണ്? പ്രോട്ടീൻ സിന്തസിസിന്റെ സെന്റർ ആണ്. വാക്യൂൾ ആണെന്നുണ്ടെങ്കിലോ ഫേനം ആണെന്നുണ്ടെങ്കിലോ വാട്ടർ, ന്യൂട്രിയൻസ്, വേസ്റ്റ് ഇതെല്ലാം സ്റ്റോർ ചെയ്യാണ് ചെയ്യാം. ജലം, പോഷകങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുന്നു. ഓക്കെ, ഇനി നമ്മളിതാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ലൈവിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ കുട്ടികൾ ആരും തന്നെ ലൈവ് മിസ് ചെയ്യരുത്. ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം, ഐഡന്റിഫൈ ആൻഡ് നെയിം ദ സെൽ ഓർഗനൽ, റൈറ്റ് എനി വൺ ഫംഗ്ഷൻ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ആരെ പോലെയാ തോന്നുന്നേ? നമ്മുടെ ഏതാണ്? മൈറ്റോകോൺട്രിയ ആണ്. അപ്പം മൈറ്റോകോൺട്രിയയുടെ ധർമ്മം നമ്മളിതാ ഇപ്പം എഴുതിയിട്ടേ ഉള്ളൂ. എന്താണ്? എനർജി പ്രൊഡക്ഷൻ സെന്റർ, ഊർജോൽപാദന കേന്ദ്രം. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, സോ എൻ്റെ മക്കൾ ആരും തന്നെ ലൈവ് മിസ് ചെയ്യരുത്. നിങ്ങളെല്ലാവരും ലൈവിൽ ഉണ്ടാവുമെന്ന് മിസ് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മിസ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഇവിടെ വെക്കുന്നുണ്ട്. ഇത് ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ദിസ് ഇസ് ന്യൂക്ലിയസ്. നിങ്ങൾക്ക് ക്ലൂ ഒക്കെ മിസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസിനുള്ളിൽ സെൻറ്ററിൽ ഒരാൾ ഇങ്ങനെ കട്ടി പിടിച്ച് കാണാം. ഇത് ഏതാണ് എന്ന് എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യാം. ഇത് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ബാക്കിയൊക്കെ നമ്മൾ ലൈവിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരും ലൈവ് മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ.